തിരുവനന്തപുരത്ത് ബി.ജെ.പിയിൽ ഇപ്പൊ ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിൽ ആനന്ദ് തമ്പി എന്ന് പറയുന്ന ആൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ നേതൃത്വം എന്ത് പരിഹാരമാണ്, അല്ലെങ്കിൽ എന്താണ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? എന്ത് ന്യായീകരണം പറഞ്ഞ് അവർക്ക് ഇന്ന് ഒഴിയാൻ കഴിയും? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ആനന്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബി.ജെ.പി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വന്നത്. എന്നാൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരൻ, ഈ ആനന്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബി.ജെ.പിക്കാരനല്ല എന്നാണ് ബി.ജെ.പിയുടെ സംസ്ഥാനത്തിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ്, തിരുവനന്തപുരംകാരനാണ് സുരേഷ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു ജില്ലാ അധ്യക്ഷൻ, തിരുവനന്തപുരത്ത് 2 ജില്ലാ കമ്മിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ബി.ജെ.പിയിൽ. അതിലൊരു ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ നിലവിൽ കോർപ്പറേഷൻ കൗൺസിലർ കൂടിയാണ്, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ പാർട്ടിക്ക് ഇയാളുമായി ആനന്ദമായ ഒരു ബന്ധമില്ല. ഇത് പറയുന്ന സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് യുദ്ധസമയത്ത്, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടന്ന സമയത്ത് അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ ഭീകരവാദികളെയും പാകിസ്ഥാൻ പട്ടാളക്കാരെയും ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊന്നപ്പോൾ പാകിസ്ഥാനിലെ പ്രസിഡന്റും പാകിസ്ഥാന്റെ സൈനിക മേധാവിയും പറഞ്ഞത് ഇവരൊന്നും ഞങ്ങളെ ആളുകളല്ല എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന് വേണ്ടി പോരാടിയ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ശവശരീരം അജ്ഞാത ശവമായി ഇന്ത്യയിൽ കുഴിച്ചിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ ആനന്ദിനെ കുറിച്ച് പറയുമ്പോൾ ആനന്ദിന്റെ ചില കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായ ദൗത്യങ്ങളെക്കുറിച്ച് കൂടി പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവെക്കാനുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് MG കോളേജിലാണ് പഠിക്കുന്നത്. MG കോളേജ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് SFIക്ക് എന്താണോ അതേപോലെയാണ് MG കോളേജ് ABVPയുടെ ഫാസിസ്റ്റ് കേന്ദ്രമാണ്, കുത്തകയാണ്. ABVPയുടെ സംഘടന, ABVP അല്ലാതെ മറ്റൊരു സംഘടനയ്ക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള ക്യാമ്പസാണ്. അവിടുത്തെ ABVPയുടെ മുന്നണി പോരാളിയായാണ് ഈ ആനന്ദ സംഘടനാ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം RSSന്റെ മുഴുവൻ സമയ പ്രചാരകനായി. ഞാൻ മനസ്സിലാക്കുന്ന ഈ ആനന്ദിന്റെ വീട് കോഴിക്കോട്ടെ കുന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കോഴിക്കോട് അടുത്ത് ടൗണിനടുത്ത് ഉള്ള, കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ 20 കിലോമീറ്റർ മാറിയുള്ള കുന്നമംഗലത്താണ് ഈ ആനന്ദിന്റെ വീട്. വീട്ടിൽ നിന്നും അദ്ദേഹം മാറുകയും അദ്ദേഹത്തിന്റെ യുവത്വവും വിദ്യാർത്ഥി കാലഘട്ടവും എല്ലാം RSSന് വേണ്ടി ഹോമിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് ഇത്തരത്തിൽ കൊല ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ പ്രവർത്തകൻ RSSകാരനല്ല, BJPക്കാരനല്ല എന്ന് തള്ളിപ്പറയുന്ന സാഹചര്യം. ഇയാളുടെ പ്രവർത്തന മേഖല എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് തിരുമല മണ്ഡൽ കാര്യവാഹകാണ്, തൃക്കണ്ണാപുരം മണ്ഡൽ കാര്യവാഹകാണ്, തിരുമല മണ്ഡലത്തിന്റെ ശാരീരിക പ്രമുഖാണ്, തിരുമല ഉപനഗരത്തിന്റെ ശാരീരിക പ്രമുഖാണ്, തിരുമല ഉപനഗരത്തിന്റെ സഹകാര്യവാഹകാണ്, തിരുവനന്തപുരത്തെ എണ്ണം പറഞ്ഞ RSS കേഡർമാരിൽ ഒരാളായി ജീവനും ജീവിതവും സ്വത്തും ഓമിച്ച ഒരു പ്രവർത്തകനാണ് ഈ ആനന്ദ് എന്ന് പറയുന്നാൽ. അതോടൊപ്പം തന്നെ ആനന്ദിന്റെ വാർത്ത പറയുന്ന അതേ സാഹചര്യത്തിൽ നേരത്തെ തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലർ BJP നേതാക്കന്മാരുടെ പേരെഴുതി വെച്ച ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ BJP ഒന്നുമല്ലാതിരുന്ന കാലത്ത് BJPക്ക് വേണ്ടി കൊടിപിടിച്ച, BJPക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച തിരുമല അനിലിന്റെ മരണത്തിന് ഉത്തരവാദികൾ BJP നേതാക്കന്മാരാണ് എന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് BJP ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ തിരുമല അനിൽ. ഒരു പുരുഷായുസ് മുഴുവൻ ഒരു ആശയത്തിന് വേണ്ടി ഹോമിച്ച ഈ തിരുമല അനിലിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശവശരീരത്തെ പോലും അപമാനിക്കുന്ന തരത്തിലായിരുന്നു BJPയുടെ നേതൃത്വത്തിലിരുന്ന ആളുകൾ ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്ത പുറത്തു വരുന്ന അതേ സാഹചര്യത്തിലാണ് നെടുമങ്ങാട് നഗരസഭയിൽ മഹിളാ മോർച്ചയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ നൽകുന്ന സാഹചര്യം BJP നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവർ നെടുമങ്ങാട് നഗരസഭ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കണ്ടപ്പോൾ RSSന്റെ നേതാക്കന്മാർ അവരെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയെന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് പറയുകയാണ്. ഇത്തരത്തിൽ RSS നേതൃത്വം തങ്ങളുടെ പ്രവർത്തകന്മാരെ കൊലയ്ക്ക് കൊടുക്കുന്ന ഏജൻസിയായി മാറി എന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ നമുക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും ആരോപിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അല്ല, ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ തള്ളി പറഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ലല്ലോ. തീർച്ചയായും. എന്തുകൊണ്ടാണ് RSSൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നതിന് മറുപടി പറയുന്ന നേതൃത്വം. നമ്മുടെ തൊട്ടപ്പുറത്തെ ജില്ലയായ കോട്ടയം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ RSSലെ ശാഖയിൽ നിന്നുണ്ടായ ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതിനു മുമ്പ് തിരുമല അനിലിന്റെ വാർത്ത, മൂന്നാമത് കഴിഞ്ഞ ദിവസം ആനന്ദിന്റെ വാർത്ത. ഈ മറ്റൊരു പെൺകുട്ടി മഹിളാ മോർച്ചയുടെ സെക്രട്ടറി ആത്മഹത്യക്ക് ശ്രമിച്ചു, ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി ആര് എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് എന്ത് ഗുണമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെ ആത്മഹത്യാ മുനമ്പിലേക്ക് തള്ളിയിട്ട് അവർക്ക് മറുപടി പറയാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിയാതെ പാർട്ടി നേതൃത്വം കൈകഴുകുകയാണ്. ഇവരാണോ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ വന്നിരിക്കുന്നത്? സ്വന്തം പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം പാർട്ടി പ്രവർത്തകരെ ആത്മഹത്യാ മുനമ്പിലേക്ക് തള്ളിയിടുന്ന, സ്വന്തം പാർട്ടി പ്രവർത്തകരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന
ഇവരാണോ BJP ആണോ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ രംഗത്തിറങ്ങിയെന്ന ചോദ്യം വോട്ടർമാർ ഉന്നയിക്കുകയാണ്. സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഇവർക്ക് എങ്ങനെ പൊതുജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയും? ഈ ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്, ഈ ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ വിചാരം കോർപ്പറേറ്റ് കമ്പനി കൊണ്ടുപോകുന്നത് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുപോകാമെന്നാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിജ്ഞാനമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഹുങ്കിൽ, പണത്തിന്റെ പുറത്ത് കർണാടകയിൽ നിന്നും രാജ്യസഭാ MP ആയതാണ്. പണത്തിന്റെ പുറത്ത് കേന്ദ്രമന്ത്രിയായ ആളാണ്. കേരളം പോലെയുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള, രാഷ്ട്രീയ സാക്ഷരത ഏറെയുള്ള ഒരു സംസ്ഥാനത്ത് വന്നൊരു പാർട്ടിയെ നയിക്കാൻ എങ്ങനെ രാജീവ് ചന്ദ്രശേഖരന് കഴിയും? ഞാൻ ഇപ്പോഴും പറയുന്നു, രാജീവ് ചന്ദ്രശേഖരനേക്കാൾ 100 മടങ്ങ് ഗുണമുള്ള വ്യക്തിയായിരുന്നു, പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നു K. സുരേന്ദ്രൻ. കുറച്ചുകൂടി ഗ്രൗണ്ട് പൊളിറ്റിക്സ്. തീർച്ചയായും അദ്ദേഹത്തിന് പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാം, അദ്ദേഹത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം. BJP-യിൽ ഇപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആഭ്യന്തര സംഘർഷം നടക്കുകയാണ്. K. സുരേന്ദ്രനും V. മുരളീധരനും ഉൾപ്പെടെയുള്ള ആളുകൾ അസ്വസ്ഥരാണ് ആ സംഘടനയ്ക്കകത്ത്. ഈ പ്രവർത്തകന്മാരെ കൊലക്കി കൊടുക്കുമ്പോൾ പോലും രംഗത്ത് വന്നപ്പോൾ തന്നെ ഗ്രൂപ്പുകൾ പോലും ഉണ്ടായില്ലേ? തീർച്ചയായും നേരത്തെ ആശയപരമായ ഗ്രൂപ്പായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കാൻ V. മുരളീധരൻ പക്ഷം, അതോടൊപ്പം തന്നെ K. സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആളുകൾ V. മുരളീധരനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന MT രമേശും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനത്തിൽ അതൃപ്തരാണ്. K. സുരേന്ദ്രന്റെ ആളുകളുമായി വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടി എന്താണെന്ന് അറിയില്ല, പാർട്ടി കൊണ്ടുപോകാൻ കഴിയാത്ത ഒരാളെ സംസ്ഥാന അധ്യക്ഷ പദവി പണത്തിന്റെ ഹുങ്കിൽ ഏൽപ്പിച്ചു എന്ന് K. സുരേന്ദ്രനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുകയാണ്. അവർക്ക് വലിയ അസ്വസ്ഥതകൾ പാർട്ടിക്കകത്തുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ BJP അതിദയനീയമായ പരാജയം ഉണ്ടാകും. ആ അതിദയനീയമായ പരാജയമുണ്ടായാൽ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BJP-യിലെ ഒരു വിഭാഗം നേതാക്കന്മാർ. RSS-ന്റെ പിന്തുണ അവർക്കുണ്ട്. RSS-കാർക്ക് കൃത്യമായി അറിയാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തകന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ പോലും അവരെ സംരക്ഷിക്കാൻ കഴിയാത്ത, അവരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നോക്കുകുത്തി പ്രസിഡന്റ് കോൺഗ്രസുകാരെ തെറിവറിയാൻ തിരുവനന്തപുരത്ത് സ്വന്തം പാർട്ടി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ കോൺഗ്രസുകാരെ തെറിവറിയുകയാണ്. കോൺഗ്രസുകാർക്ക് കേരളത്തിന്റെ ഗ്രാഫ് അറിയില്ല, അല്ലെങ്കിൽ വികസനം എന്താണെന്ന് അറിയില്ല. രാജീവ് ചന്ദ്രശേഖരനെ പോലെ BPL കമ്പനിക്ക് ലഭിച്ച ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആ ഭൂമി വിൽപ്പന നടത്തിയ പാരമ്പര്യമൊന്നും കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരെ സംരക്ഷിക്കണം. സ്വന്തം പാർട്ടിക്കകത്തെ നേതാവ് തിരുമല അനിൽ എന്ന് പറയുന്ന BJP തന്റെ പുരുഷായുസിലെ മുഴുവൻ സമയവും BJP-ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ജനകീയനായ നേതാവ് ആ പാർട്ടി നേതാക്കന്മാരുടെ പേര് എടുത്തു പറഞ്ഞ് ആത്മഹത്യ ചെയ്തപ്പോൾ ആ പാർട്ടി നേതാക്കന്മാർക്ക് എന്ത് നടപടി സ്വീകരിച്ചു? MS കുമാർ എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന വക്താവ് പാർട്ടി നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് തനിക്ക് മരിക്കേണ്ടി വരുമെന്ന സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു. എന്ത് ചെയ്യാൻ കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരന്? അതുകൊണ്ട് ഇതെല്ലാം ഒരു ഗിമ്മിക്കാണ്. RSS-ന്റെ പ്രവർത്തകന്മാരെ ബലി നൽകുന്ന, ബലിയാടാക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം കേരളത്തിലെ BJP പ്രവർത്തകർക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJP-യിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇനി ഏത് പ്രവർത്തകന്റെ ജീവനാണ് ഹോമിക്കാൻ പോകുന്നതെന്ന് ഭയപ്പാടിലാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ.